ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് യെല്ലോയിഷ് ആയിട്ടുള്ള നെയിൽസ് വൈറ്റൻ ആക്കുന്നതാണ്. ഓക്കെ, ഹൗ ടു വൈറ്റൻ യുവർ യെല്ലോ നെയിൽസ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിതിൽ ഒരു ചെറിയ ഡബ്ബയിൽ ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ അത്ര, ഓക്കെ, 1/4 ടീസ്പൂൺ അത്ര ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര്. ഓക്കെ, അപ്പോൾ പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക, പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു നെയിൽസിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കാലിൽ വിരലിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനായില്ല, ഫോണിൽ ഒത്തിരി ബാറ്ററി കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നല്ല വൈറ്റൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ കൈകളിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കണ മിക്സ്ചർ ഒത്തിരി ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ വിരലുകളിൽ ഉപയോഗിക്കാം. ഓക്കെ, യെല്ലോയിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 വിരലിൽ കാണിച്ചാൽ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചിലർക്ക് ഇവിടെ ഈ ഭാഗത്തൊക്കെ കരിവാളിപ്പ് ഇരിപ്പുണ്ടാവും. ഓക്കെ, നല്ല കറുത്തോടെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു റെമഡി നിങ്ങൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഞാൻ തേച്ചിട്ട് ജസ്റ്റ് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് അത് ഒത്തിരി ഡ്രൈ ആവണം. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക്
ഈ പല്ല് വെളുപ്പിക്കുന്നതിലും ഈ ഒരു റെമഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആഴ്ചയിൽ യൂസ് ചെയ്താൽ മെല്ലെ നിങ്ങളുടെ നെയിൽസൊക്കെ വെള്ളയായി തുടങ്ങും. ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ ഫിംഗേഴ്സൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് കാണിക്കാം. നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഓക്കെ, നെയിൽ. പിന്നെ ഇതും കുറച്ച് വൈറ്റ് ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് പാട ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്ലാക്ക് സ്റ്റെയിൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു സർക്കിളുടെ ഇടയിൽ, ക്യൂട്ടിക്കലിൽ. ഓക്കെ, ക്യൂട്ടിക്കലിൻ്റെ അടുത്ത് നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു. നന്നായി തേച്ചിട്ട് വിട്ടതോടെ നന്നായി മാറിക്കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ആസിഡിക് ആണ്. ഓക്കെ, മൂന്നും, അതായത് ഉപ്പ്, ബേക്കിംഗ് സോഡ, പിന്നെ നാരങ്ങ നീരെന്ന് പറയുന്നത് സിട്രിക് ആസിഡാണ്. അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നെയിൽസിന്. എപ്പോഴും ഗ്രൂമിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് 2 ആഴ്ചയിൽ ഒരിക്കൽ, ഇല്ലെങ്കിൽ തീരെ ഈ നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നെയിൽ പെയിൻറ്റ് റിമൂവ് ചെയ്തത് കഴിഞ്ഞിട്ട് ഓബ്വിയസ്ലി അത് യെല്ലോയിഷ് ആവും. അപ്പോൾ തീരെ യെല്ലോ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രം ഈ റെമഡി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് ആ ഒരു പീരിയഡ് ഓഫ് ടൈം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നാൽ തന്നെ നിങ്ങളുടെ നെയിൽസൊക്കെ നീറ്റായിട്ട് മാനിക്യൂറൊക്കെ ചെയ്ത് പെഡിക്യൂറൊക്കെ ചെയ്ത് ആ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ട് നീറ്റായി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് കാലിൻ്റെ ഒരു വൈറ്റനായത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി. പിന്നെ അടുത്ത ഒരു എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു ടിപ്സിന് മേലെ എന്തെങ്കിലും വീഡിയോ എടുത്താൽ, അതാ ഈ നെയിൽ പോളിഷോ അതോ അങ്ങനെ ഹാൻഡ്സ്, അതായത് നെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും എടുത്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പ്ലേലിസ്റ്റ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതിലെല്ലാം ഹെയർ കെയർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, മേക്കപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.